ഹലോ കൂട്ടുകാരെ, ഈ പുഴയും കടന്ന് എന്ന സീരിയലിലെ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് നോക്കാം. കാവേരിയും ഗംഗയും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് കാവേരി രാമേട്ടൻ്റെ വീട്ടിൽ പോയതും രാമേട്ടൻ്റെ ഭാര്യയെ കണ്ടതുമായ കാര്യങ്ങളാണ് പറയുന്നത്. കാവേരി രാമേട്ടൻ്റെ വീട്ടിൽ പോയപ്പോൾ രാമേട്ടൻ അവിടെ ഇല്ലായിരുന്നു. പക്ഷേ രാമേട്ടൻ്റെ ഭാര്യയ്ക്ക് വളരെ പെട്ടെന്ന് തന്നെ കാവേരിയെ മനസ്സിലാക്കാൻ പറ്റി. പക്ഷേ അരവിന്ദൻ സ്ഥലം വാങ്ങിയതിനെ കുറിച്ചിട്ടും ജയബാലൻ സ്ഥലം വാങ്ങിയതിനെ കുറിച്ചിട്ടൊന്നും രാമേട്ടൻ്റെ ഭാര്യയ്ക്ക് അറിയില്ല. പക്ഷെ വേറൊരു കാര്യം രാമേട്ടൻ്റെ ഭാര്യ പറഞ്ഞു. എല്ലാ മാസവും ഒരു വലിയ തുക രാമേട്ടൻ ഒരു ആളുടെ വീട്ടിൽ കൊണ്ടു കൊടുക്കാറുണ്ടായിരുന്നു എന്ന്. ആ ആൾക്കാണെങ്കിൽ കുറിഞ്ഞിക്കാട്ട് ഒത്തിരി സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ആ ആളുടെ വീട്ടിൽ പോയി അന്വേഷിച്ചോളൂ. അയാളുടെ വീട് ടൗണിലാണ്. എല്ലാ മാസവും അവിടേക്ക് പോകാറുണ്ട് രാമേട്ടൻ. അപ്പോൾ എന്നെയും കൂടി അങ്ങോട്ട് കൊണ്ടുപോകാറുണ്ടായിരുന്നു. ഞാൻ ആ വീടിൻ്റെ ഗേറ്റ് വരെ ഒരുപാട് തവണ പോയിട്ടുണ്ടെന്നും ആ സ്ത്രീ പറഞ്ഞു. അപ്പോൾ കാവേരി അയാൾ ചോദിച്ചു, ആ ആളുടെ പേരെന്താണ്? ആ ആളുടെ പേര് ശിവരാജൻ എന്നാണ്, ഞാൻ വഴിയൊക്കെ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ആ സ്ത്രീയുടെ കയ്യിൽ നിന്നും കാവേരി വഴിയൊക്കെ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ഇത്രയും പറഞ്ഞു തന്ന സന്തോഷത്തിൽ അവർക്കൊരു 1000 രൂപയും അവരുടെ കയ്യിൽ വെച്ച് കൊടുക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് കാവേരി അവിടെ നിന്ന് മനസ്സിലാക്കിയത്. ഇതൊക്കെ ഗംഗയോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗംഗ പറയും, അതായത് രാമേട്ടൻ എന്ന് പറഞ്ഞ ജയപാലൻ്റെ ഒരു പണിക്കാരനാണ്, അയാളും നമ്മുടെ അച്ഛൻ്റെ സ്ഥലവും തമ്മിൽ എങ്ങനെയാണ് ബന്ധം? അപ്പോൾ കാവേരി പറയും, ചേച്ചി, നമ്മുടെ അച്ഛൻ ഒരു ഗൾഫിൽ ജോലി ചെയ്തിരുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇത്രയും വലിയൊരു തുക കൊടുത്ത് ഈ ഒരു സ്ഥലം വാങ്ങാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ് ഒരു ഓപ്ഷൻ ഉള്ളത്? അപ്പോൾ ഗംഗ പറയും, ഇൻസ്റ്റാൾമെൻറ്റ് പോലെയാണോ? അതെ, അങ്ങനെയാണെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റ് പോലെയാണെങ്കിൽ അച്ഛൻ അത് ആരുടെ പേരിലായിരിക്കും ആ പൈസ അയച്ചിട്ടുണ്ടാവുക? ജയപാലൻ്റെ പേരിൽ. ജയപാലൻ അപ്പോൾ ആര് വഴിയാവും കൊണ്ട് കൊടുത്തിട്ടുണ്ടാവുക? ശിവരാമേട്ടൻ്റെ പേരിൽ. അങ്ങനെ ആയിരിക്കൂടെ? പിന്നെ അച്ഛൻ്റെ കണക്ക് പുസ്തകത്തിൽ ജയപാലന് കൊടുത്ത തുകയുടെ കാര്യങ്ങളെല്ലാം എഴുതി നമ്മൾ കാണുകയും ചെയ്തതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ആവാനല്ലേ സാധ്യത? നമ്മളുടെ സ്ഥലം വാങ്ങാൻ വേണ്ടി സ്ഥലം വാങ്ങിയതിൻ്റെ പൈസയാണ് ശിവരാമേട്ടൻ എല്ലാ മാസവും കൊണ്ട് കൊടുത്തിരുന്നെങ്കിലോ, ആ മുതലാളിയുടെ പേരാണ് ശിവരാജനെങ്കിലോ? അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഗംഗ പറയും, അത് ശരിയാണ്, അച്ഛൻ്റെ കഷ്ടപ്പാടിൻ്റെ പണം, അച്ഛൻ്റെ വിയർപ്പുള്ള പണമാണത്. അത് നമ്മൾ അർഹതപ്പെട്ടതാണെങ്കിൽ നമുക്കത് തീർച്ചയായും കണ്ടുപിടിക്കണം. അച്ഛനെ പറ്റിച്ചവരാരും അങ്ങനെ ജയിച്ച് നടക്കാൻ നമ്മൾ അനുവദിക്കുകയും പാടില്ല. നമുക്കിതിൻ്റെ പിന്നാലെ തന്നെ പോകണം എന്ന് പറയും. കാവേരി പറയും, ഞാനും വിട്ടുകൊടുക്കില്ല ചേച്ചി, തീർച്ചയായും ഞാനിത് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ഗംഗ വിനീതിന് ചായ കൊടുക്കാൻ പോവുകയാണ്. വിനീതിന് ചായ കൊണ്ടു കൊടുക്കാൻ പോയപ്പോൾ വിനീത് അവിടെ ഇരുന്ന് ഇങ്ങനെ ഫോണിൽ നോക്കുന്നുണ്ട്. ഗംഗ ഇങ്ങനെ ഈ നടന്ന സംഭവങ്ങൾ, കാവേരിക്കുണ്ടായ കാര്യങ്ങളൊക്കെ, അതായത് ഇങ്ങനെ ശിവരാമൻ്റെ വീട്ടിൽ പോയതൊക്കെ ഗംഗ പറയുന്നുണ്ട് വിനീതിൻ്റെ അടുത്ത്. പക്ഷേ വിനീത് അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. പിന്നെ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിനീത് ചോദിക്കും, അല്ല ഗംഗ, എനിക്കൊരു കോൾ വന്നു, നോക്കിക്കേ, അമ്മ എന്നാ ഞാൻ സേവ് ചെയ്തിട്ടുള്ള അമ്മയുടെ നമ്പറാണ്, രാത്രിയിലാണ്, ഇനി അമ്മ ഉറക്കത്തിലെങ്ങാനും എന്നെ വിളിച്ചതായിരിക്കുമോ, എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് കാണിക്കും. ഇതേ സമയം ഗംഗ ഈ ശിവരാമനെ കാണാൻ പോയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പക്ഷെ വിനീത് അതൊന്നും കേട്ടിട്ടില്ല, കാരണം വിനീതിൻ്റെ ചിന്തയിൽ അമ്മയുടെ ഫോണാണ്. അപ്പോൾ ഗംഗ പറയും, ഞാൻ പറഞ്ഞത് വല്ലതും വിനീതേട്ടൻ കേട്ടോ? എനിക്ക് തോന്നുന്നത് വിനീതേട്ടൻ്റെ മനസ്സിപ്പോഴും വിനീതേട്ടൻ്റെ അമ്മയുടെ അടുത്താണെന്നാണ് എന്ന് പറയും. അപ്പോൾ വിനീത് ചോദിക്കും, അല്ല നീ എന്താ എന്നോട് പറഞ്ഞിരുന്നല്ലോ? അതൊന്നുമില്ല, വിനീതേട്ടൻ്റെ മനസ്സ് ഇവിടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഗംഗ എണീറ്റ് പോവാണ്. ദേഷ്യത്തിലൊന്നല്ല, പക്ഷേ ഗംഗ പറഞ്ഞിരുന്ന ഒരു കാര്യം വിനീത് കേൾക്കാൻ, അതായത് ശ്രദ്ധിച്ചില്ലല്ലോ എന്നുള്ള വിഷമാണ് ഗംഗയ്ക്ക്. എന്നാൽ വിനീത് ചോദിക്കുന്നുണ്ട്, നീ എന്താ പറയാൻ നോക്കിയത്? ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഗംഗ അവിടെ നിന്ന് എണീറ്റ് പോകും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശിവരാജനെയാണ്. ശിവരാജനെ നരേൻ അടിച്ചു വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ തിരിച്ചു വിളിക്കാനാണ് നരേൻ്റെ മുത്തച്ഛൻ്റെ പ്ലാൻ. അപ്പോൾ ശിവരാജൻ വരികയാണ് ആ വീട്ടിലോട്ട്. അപ്പോൾ സെക്യൂരിറ്റി അകത്തോട്ട് കയറ്റി വിടുന്നില്ല. എന്നിട്ട് സെക്യൂരിറ്റി അകത്തോട്ട് ഫോൺ ചെയ്ത് ചോദിക്കും. അപ്പോൾ ശിവരാജനെ കയറ്റി വിടാൻ പറയും. അപ്പോൾ ശിവരാജൻ ചോദിക്കും, ഇതന്നെയല്ലേ ഞാനും നിന്നോട് പറഞ്ഞത്? അപ്പോൾ സെക്യൂരിറ്റി പറയും, അല്ല, ഈ സാറ് വന്നു കഴിഞ്ഞാൽ ഓടിക്കാനാണ് ആദ്യം എന്നോട് പറഞ്ഞിരുന്നത്, അതാണ് ഞാൻ കടത്തി വിടാതിരുന്നത് എന്ന് പറയണം. അങ്ങനെ ശിവരാജൻ കയറി വരുന്നത് നമ്മുടെ ബാൽക്കണിയിൽ നിന്നിട്ട് നരേൻ നോക്കി കാണുകയാണ്. അങ്ങനെ ശിവരാജൻ അവൻ്റെ അഭിനയം തുടങ്ങും. ഓടിച്ചെന്ന് മുത്തശ്ശൻ്റെ കാലിൽ പിടിച്ചിട്ട് പറയും, അയ്യോ അച്ഛാ, അച്ഛനൊന്നും പറ്റിയില്ലല്ലോ, എൻ്റെ ഒരു പൊട്ട ബുദ്ധിക്ക് തോന്നിയതാണ് അച്ഛാ, അച്ഛനോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞിട്ട് കാല് പിടിച്ച് പെർഫോമൻസ്. അപ്പോൾ അച്ഛൻ പറയും, ശിവരാജ, അഭിനയിച്ച് കഴിഞ്ഞെങ്കിൽ നീ എഴുന്നേറ്റോളൂ,
ഇത്രയും അഭിനയം മതി എന്ന് പറയണം. അപ്പോൾ ശിവരാജൻ്റെ ഭാര്യയും അമ്മായിയമ്മയൊക്കെ പുച്ഛത്തോട് കൂടിയിട്ടാണ് അയാളെ നോക്കുന്നത്. അങ്ങനെ ശിവരാജ് എണീക്കും. എന്നിട്ട് പറയും, ഞാൻ നിനക്ക് ഇവിടെ പഴയതുപോലെ തന്നെ ഇവിടെ കഴിയാം, പക്ഷേ 2 കണ്ടീഷൻസാണുള്ളത്. ആ 2 കണ്ടീഷൻസ് പാലിക്കാമെങ്കിൽ നിനക്കകത്തോട്ട് കയറിപ്പോകാം, അല്ലെങ്കിൽ നീ പുറത്തോട്ട് തന്നെ പൊക്കോളൂ. അപ്പോൾ എന്താണ് 2 കണ്ടീഷൻസ് അച്ഛാ എന്ന് ചോദിക്കും. ഒന്നാമത്തെ കാര്യം, നിനക്ക് പഴയതുപോലെ തന്നെ സ്ഥാപനത്തിലുണ്ടായിരുന്ന പദവികളൊക്കെ തുടരാം, പക്ഷേ പൈസയുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ കാഷ്യറായിരുന്ന മേഘനാഥൻ നോക്കും. ഇനി അത് നിനക്ക് വണ്ടിയിൽ പെട്രോൾ അടിക്കേണ്ട കാര്യമായാൽ പോലും മേഘനാഥൻ്റെ പെർമിഷൻ ഇല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ നിൻ്റെ പേരിൽ ഞാൻ എഴുതി തന്ന സ്ഥലത്തിൻ്റെ കച്ചവടത്തിന് ആവശ്യമായ പവർ ഓഫ് അറ്റോർണി എല്ലാം ഞാൻ ക്യാൻസൽ ചെയ്യാണ്. രണ്ടാമത്തെ കാര്യം, നമ്മളാണ് അരവിന്ദൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി സ്ഥലം കൊടുക്കാൻ തയ്യാറായിരുന്ന ആൾക്കാരെന്ന് അരവിന്ദൻ്റെ മക്കൾ അറിഞ്ഞിട്ടുണ്ട്. അവരെന്തായാലും ഈ വീട്ടിലോട്ട് എത്തും അധികം വൈകാണ്ട്. അതിന് അവർക്ക് നീതി ലഭിക്കണം. ഈ 2 കാര്യങ്ങളാണ് നമുക്കിനി ചെയ്യാനുള്ളത്. ഇതിന് രണ്ടിനും നീ തയ്യാറാണെങ്കിൽ നിനക്ക് അകത്തോട്ട് കയറിപ്പോവാം എന്ന് പറയും. അപ്പോൾ ശിവരാജനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ആ വീട്ടിലോട്ടൊന്ന് കയറി പറ്റുക എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്നും മിണ്ടാതെ അകത്തോട്ട് കയറിപ്പോവും. അപ്പം നരേൻ വന്ന് ചോദിക്കും, മുത്തശ്ശ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ അവനവൻ്റെ ആൾക്കാരുടെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എന്തിനാണ് ഈ അലിവ് കാട്ടുന്നത്? എന്തിനാണ് ഇങ്ങനൊരു അനുകമ്പയുടെ ആവശ്യം? അപ്പോൾ മുത്തശ്ശൻ പറയും, അതായത് നീതി ലഭിക്കണം. അതായത് ശിവരാജനെ സംബന്ധിച്ചിടത്തോളം ശിവരാജൻ ചെയ്ത തെറ്റുകൾക്ക് എല്ലാ അർത്ഥത്തിലും നീതി ലഭിക്കണം. അരവിന്ദൻ്റെ മക്കൾക്കും നീതി ലഭിക്കണം. അത് ഇല്ലെങ്കിൽ ചിലപ്പോൾ ശിവരാജനെ നമ്മൾ ചേർത്ത് നിർത്തിയിട്ടില്ലെങ്കിൽ ശിവരാജൻ ചിലപ്പോൾ ജയപാലൻ്റെ കൂടി നിന്ന് അരവിന്ദൻ്റെ മക്കൾക്ക് എതിരായി നിൽക്കും. അപ്പോൾ അത് പാടില്ല. അവർക്ക് എത്രയായാലും നീതി ലഭിക്കണം. അവരുടെ കൂടെ അവരുടെ ഉറ്റ സുഹൃത്തായി നിന്നിരുന്ന ഒരാളാണ് അവരെ ചതിച്ചതെന്നാണ് മേഘൻ പറഞ്ഞത്. അപ്പം മേഘൻ അവിടെ ഇരിക്കുന്നുണ്ട്. നരേൻ ചോദിക്കും, ആരാണ് മേഘേട്ട അവരെ ചതിച്ച ആൾക്കാർ? അപ്പം മേഘൻ പറയും, ജയപാലൻ എന്നുള്ള ഒരു വ്യക്തിയാണ് അവരെ ചതിച്ചിട്ടുള്ളത്. അവരുടെ കൂടെ നിന്ന് അവരുടെ എല്ലാ അർത്ഥത്തിലും അവരുടെ ഉറ്റ ആളായി നിന്നിട്ടാണ് അയാൾ ആ അരവിന്ദൻ എന്നുള്ള വ്യക്തിയെ ചതിച്ചത്. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, ആ കുട്ടികൾക്ക്, അതായത് അരവിന്ദൻ മരിച്ചു, അരവിന്ദൻ്റെ കഷ്ടപ്പാടിൻ്റെയും വിയർപ്പിൻ്റെയും ആ സ്ഥലം അത് അവരുടെ മക്കൾക്ക് തീർച്ചയായും അർഹതപ്പെട്ടതാണ്. അത് അവരിലോട്ട് എത്തിക്കുക തന്നെ വേണം. അതാണ് നമ്മൾ ഇരകൾക്ക് കൊടുക്കേണ്ട നീതി. അതുകൊണ്ടാണ് ഞാൻ അയാളെ ഇത്രയും ക്രൂരത കാണിച്ചിട്ടും ഞാൻ അവനെ ഇങ്ങോട്ട് കയറ്റിയത് എന്ന് പറയാണ് നരേനോട്. അപ്പം നരേൻ അത് കൺവിൻസിങ് ആയിട്ടുള്ളൊരു മറുപടിയാണ്. പിന്നെ നമ്മുടെ ജയപാലനെ ശിവരാജൻ വിളിക്കുകയാണ്. ശിവരാജൻ പറയാണ്, ഇവിടെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, ഇതിന്ന് എങ്ങനെയെങ്കിലും പിന്മാറിക്കോളുണ്ട്, ഇല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങൾ വരും. എനിക്ക് തന്ന പൈസയൊക്കെ ഞാൻ അങ്ങോട്ട് തിരിച്ചു തരാം, എനിക്കിനി ഇതിൻ്റെ പിന്നാലെ നടക്കാൻ വയ്യ, ഞാനാകെ കുടുങ്ങിയ അവസ്ഥയാണ് എന്ന് പറയും. അപ്പോൾ ജയപാലൻ അത് കേട്ടതോടുകൂടി ജയപാലൻ കുറെ പൊട്ടിത്തെറിക്കും. നീ എന്ത് വിചാരിച്ചു? നിൻ്റെ ഈ പ്രശ്നങ്ങൾ നീ ഇങ്ങനെ ഒഴിഞ്ഞു പോവാതിരിക്കാനും ഈ പ്രശ്നങ്ങൾ എന്തെങ്കിലും വരുമ്പോൾ കൂടെ നിൽക്കുവാനാണ് നിനക്ക് ഞാൻ കുറേ പൈസ തന്നത്. എന്നിട്ടിപ്പോൾ നീ ഒഴിയാൻ നോക്കുന്നു. നിൻ്റെ തല വെട്ടി ഞാൻ കൊണ്ടുവന്ന് ആ പറമ്പിൽ വെച്ച് ഭൂമി പൂജ ചെയ്യും. നിനക്കറിയില്ല ജയപാലനെ എന്ന് പറയും. അപ്പോൾ ശിവരാജൻ പറയും, ഞാനിപ്പോൾ ഇങ്ങനെ വിളിച്ചു പറയണമെങ്കിൽ ഞാനും വല്ലാത്തൊരു ബുദ്ധിമുട്ടിലുള്ള അവസ്ഥയിലായിരിക്കും. അതുകൊണ്ടല്ലേ ജയപാലൻ ഞാനങ്ങനെ പറയുന്നത്. ജയപാലൻ്റെ സ്വഭാവമൊക്കെ എനിക്കറിയാം, പക്ഷേ ഞാനും വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ജയപാലൻ ചോദിക്കും, ആരാണ് എന്നേക്കാൾ വലിയൊരു കേടി എന്ന് ചോദിക്കും. അപ്പോൾ ശിവരാജൻ പറയുന്നതാണ്, നരേനാണ് എനിക്ക് ഭയം. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ്. കൂടുതൽ നേരത്തെ ഈ പുഴയും കിടന്നെന്ന സീരിയലിൻ്റെ വിശേഷങ്ങളും പ്രമോ ഡീറ്റെയിൽസും അറിയാൻ ആദ്യം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം ലൈക്ക് ചെയ്യുക.